നമസ്തേ ടു ഓൾ ആൻഡ് വെൽക്കം ബാക്ക് ടു ഇഷ സ്പൈസി ടേസ്റ്റുകൾ. ഇന്നത്തെ നമ്മുടെ കിച്ചണിൽ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. ഈ ഒരു ചമ്മന്തിപ്പൊടി നമുക്ക് പെട്ടെന്ന് ബ്രേക്ക്ഫാസ്റ്റിന്റെ ഒപ്പം അല്ലെങ്കിൽ നമ്മൾ പെട്ടെന്ന് തന്നെ പുറത്ത് എവിടെയെങ്കിലും ജസ്റ്റ് ഒന്ന് ജേർണിക്ക് പോകുമ്പോൾ ഒന്ന് പാക്ക് ചെയ്ത് കൂട്ടത്തിൽ കൊണ്ടുപോയാൽ മതി. കൊണ്ടുപോകുന്ന കൂട്ടത്തിൽ തന്നെ നമുക്ക് ഇഡ്ഡലി, ദോശ എന്താ നമുക്കുള്ളത് അതിൻ്റെ ഒപ്പം കഴിക്കാൻ പറ്റിയ ഒരു ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചമ്മന്തിപ്പൊടിയാണ്. അപ്പോൾ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. ഈ ഒരു റെസിപ്പി നമ്മൾ എങ്ങനെയാണ്, അതായത് നമ്മുടെ ഈ ഒരു ചമ്മന്തിപ്പൊടി നമ്മൾ എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് ഇതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഇതിൽ പറഞ്ഞു തരുന്നുണ്ട്. സോ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടോളൂ. കണ്ടതിന് ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്നിൽ അറിയിക്കാൻ മറക്കില്ല. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് ഈ ഒരു അടിപൊളി ചമ്മന്തിപ്പൊടി എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കിയിട്ട് വരാം കേട്ടോ. അപ്പം നമ്മുടെ ഈ ഒരു ചമ്മന്തിപ്പൊടി തയ്യാറാക്കാനായിട്ട് നമുക്കൊരു കടായി എടുക്കാം. കടായി നന്നായിട്ടൊന്ന് ചൂടായതിന് ശേഷം നമുക്ക് ഇതിലോട്ട് ഒരു കപ്പ് നമ്മുടെ പീനട്സ്, കപ്പലണ്ടി നമ്മൾ പൊളിച്ചൊക്കെ കഴിക്കുന്ന ആ ഒരു കപ്പലണ്ടി നമുക്ക് ഇതിലോട്ട് ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം കേട്ടോ. നമ്മുടെ കടല നന്നായിട്ട് റോസ്റ്റ് ആയതിനു ശേഷം നമുക്കൊരു പ്ലേറ്റിലോട്ട് ഒന്ന് ട്രാൻസ്ഫർ ചെയ്തെടുക്കാം. അതിനുശേഷം അതേ സെയിം കടായിലോട്ട് നമുക്ക് ഒരു കപ്പ് പൊട്ടുകടലയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. പൊട്ടുകടലയും കൂടെ നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇത് പെട്ടെന്ന് തന്നെ റോസ്റ്റ് ആകും, കാരണം ഇത് നല്ല ക്രിസ്പി ആയിട്ടുള്ളൊരു കടലയാണ്. സോ നമുക്ക് ഇതും കൂടെ ഒന്ന് റോസ്റ്റ് ചെയ്തതിന് ശേഷം നമുക്കൊരു പ്ലേറ്റിലോട്ട് ജസ്റ്റ് ഒന്ന് ട്രാൻസ്ഫർ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ പൊട്ടുകടലയും കൂടെ റോസ്റ്റ് ആയിട്ടുണ്ട്, പ്ലേറ്റിലോട്ട് ട്രാൻസ്ഫർ ചെയ്യാം. ഇനി ഇതേ സെയിം കടായിലോട്ട് നമുക്കൊരു അരക്കപ്പ് നമ്മുടെ ഉഴുന്ന് പരിപ്പും കൂടെ ചേർക്കാം. ഇനി ഉഴുന്ന് പരിപ്പും കൂടെ നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ ഈ ഉഴുന്ന് പരിപ്പും കൂടെ നന്നായിട്ട് റോസ്റ്റ് ആയിട്ടുണ്ട്. നമുക്ക് പ്ലേറ്റിലോട്ട് ട്രാൻസ്ഫർ ചെയ്തതിന് ശേഷം അതേ സെയിം കടായിലോട്ട് നമ്മുടെ എരിവനുസരിച്ച് ഒരു 5-6 വത്തലുമുളകും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിലോട്ട് ആവശ്യമനുസരിച്ച് ഉപ്പ് കൂടെ ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം കേട്ടോ. നല്ല ക്രിസ്പ് ആവുന്നതിന് വേണ്ടി നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. വത്തലമുളകും കൂടെ റോസ്റ്റ് ആയതിനു ശേഷം പ്ലേറ്റിലോട്ട് ട്രാൻസ്ഫർ ചെയ്യാം. അതേ സെയിം കടായിലോട്ട് നമുക്ക് ഇതിലോട്ട് ഒരു അരക്കപ്പ് ചെറിയ ഫ്രഷ് ആയിട്ടുള്ള നാളികേരം കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിലോട്ട് ആവശ്യമനുസരിച്ച് കരിവേപ്പിലയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. കരിവേപ്പില ആഡ് ചെയ്തതിന് ശേഷം ഒരു 5-6 വെളുത്തുള്ളിയും കൂടെ ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് പച്ചമണവും വെള്ളമയം കൂടെ ഒന്ന് മാറി വരുന്നിടം വരെ നമുക്കൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. നമ്മുടെ കരിവേപ്പില എല്ലാം നല്ല ക്രിസ്പായി വരും കേട്ടോ. ആ ഒരു സമയം വരെ നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതാ ഈ വകയെല്ലാം നന്നായിട്ട് റോസ്റ്റ് ആയിട്ടുണ്ട്. നമുക്ക് പ്ലേറ്റിലോട്ട് ട്രാൻസ്ഫർ ചെയ്യാം. അപ്പോൾ ഞാൻ ആ പ്ലേറ്റിലോട്ട് എല്ലാം ട്രാൻസ്ഫർ ചെയ്ത് ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഈ ഒരു പീനട്സിൻ്റെ തൊണ്ടെല്ലാം ഇതുപോലെ ഒന്ന് സ്ക്രാച്ച് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് തൊണ്ടെല്ലാം മാറ്റി ഇതുപോലെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ വകയെല്ലാം നമുക്ക് ഒരുമിച്ചൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒരു മിക്സി ജാർ എടുക്കാം. മിക്സി ജാറിലോട്ട് നമുക്ക് കുറേശ്ശെ ആഡ് ചെയ്ത് ഒരു 2-3 പാർട്ടായിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ നോക്കിക്കോളൂ, നല്ലതായിട്ട് നമ്മൾ പൊടിച്ച് ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. നല്ല ഫൈൻ പൗഡറായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ബൗൾ എടുക്കാം. ബൗളിലോട്ട് ഈ ഒരു പൗഡർ നമുക്കൊന്ന് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കാം. ഇനി ബാക്കിയുള്ളതും കൂടെ നമുക്ക് ഇതേ സെയിം രീതിയിലൊന്ന് പൊടിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ ഇൻസ്റ്റൻ്റായിട്ട് തയ്യാറാക്കിയ നമ്മുടെ ചമ്മന്തിപ്പൊടി ഇവിടെ റെഡിയാണ്. ഇപ്പം നമ്മളിവിടെ ബൗളിലോട്ട് ആക്കിയിട്ടുണ്ട്. നന്നായി തണുത്തതിന് ശേഷം ഒരു കുപ്പിയുടെ ഭരണിയിലോട്ടോ എന്താ നിങ്ങളുടെ ബോട്ടിലുള്ളത് അതിലോട്ട് നമുക്കൊന്ന് ട്രാൻസ്ഫർ ചെയ്തതിന് ശേഷം കുറച്ച് നാളത്തേക്ക് നന്നായിട്ട് യൂസ് ചെയ്യാം കേട്ടോ. 1-2 ആഴ്ചത്തേക്ക് നമുക്ക് പുറത്ത് തന്നെ വെച്ച് നന്നായിട്ട് ഒന്ന് യൂസ് ചെയ്യാം. ഇല്ലെങ്കിൽ ഫ്രിഡ്ജിലോട്ട് വെച്ച് 1-2 മാസമൊക്കെ നമുക്ക് യൂസ് ചെയ്യാം. ഇത് എങ്ങനെ യൂസ് ചെയ്യുന്നത് കാണിച്ചു തരാം. അതിനായിട്ടൊരു ബൗളിലോട്ട് നമുക്ക് ആവശ്യമനുസരിച്ച് പൊടി ആഡ് ചെയ്യാം. പൊടി ആഡ് ചെയ്തതിന് ശേഷം ഇതിലോട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ചൂടുവെള്ളം നമുക്ക് ഇതിലോട്ട് ഒന്ന് ആഡ് ചെയ്തതിന് ശേഷം നന്നായിട്ട് കട്ടയില്ലാണ്ട് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ആവശ്യമനുസരിച്ച് വെള്ളം ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിനായിട്ട് ഒരു കടുക് താളിക്കാം. അതിനായിട്ടൊരു കടായി വെച്ചിട്ടുണ്ട്, ഫ്ലെയിം ഓണാണ്. ഇതിലോട്ട് 1 ടീസ്പൂണ് നമുക്ക് ഓയിൽ ചേർക്കാം. ഓയിൽ ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ചൂടായി വരട്ടെ. നന്നായിട്ടൊന്ന് ചൂടായതിന് ശേഷം നമുക്കിതിലോട്ട് 1 ടീസ്പൂണ് കടുക് ചേർക്കാം. കടുക് നന്നായിട്ടൊന്ന് പൊട്ടി വന്നതിന് ശേഷം കുറച്ച് കരിവേപ്പിലയും വറ്റൽമുളകും കൂടെ ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം കേട്ടോ. നന്നായിട്ട് റോസ്റ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു കടുക് താളിച്ച് നമ്മുടെ ചമ്മന്തിയിലോട്ട് ഒന്ന് ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നല്ല പെർഫെക്റ്റ് ആയിട്ട് സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഇൻസ്റ്റൻറ്റ് ചമ്മന്തി ഇവിടെ റെഡിയാണ്. എന്തിൻ്റെ ഒപ്പം നമ്മുടെ ഇഡ്ഡലി, ദോശ, പൂരി, ചപ്പാത്തി എന്തിൻ്റെ ഒപ്പം നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ളൊരു ചമ്മന്തി പൊടിയാണ്. സോ ജേർണിയിലൊക്കെ പോകുമ്പോഴാണെങ്കിലും ലഞ്ച് ബോക്സിന് കുട്ടികൾക്കും നമ്മുടെ മുതിർന്നവർക്കൊക്കെ കുട്ടികൾക്ക് അത്രയ്ക്ക് അറിയില്ല, എന്നാലും മുതിർന്നവർക്കൊക്കെ കൊടുത്തു വിടാൻ പറ്റിയ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ളൊരു ചമ്മന്തി പൊടിയാണ്. സോ നിങ്ങളെല്ലാവരും തീർച്ചയായിട്ടും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതായിരിക്കും. സോ റെസിപ്പി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് കൂടെ ചെയ്തിട്ട് മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ ഞാൻ ഇത് പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പം തന്നെ കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇതുപോലത്തെ നല്ല റെസിപ്പി ആയിട്ട് നമ്മുടെ യൂട്യൂബ് ചാനലിൽ കുറേ നമ്മുടെ ചമ്മന്തിപ്പൊടിയായിട്ടും എന്തിൻ്റെ ആയിട്ടും നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് വിസിറ്റ് ചെയ്യുക. കൂടാതെ നമ്മുടെ ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്ക് പേജും ഒന്ന് വിസിറ്റ് ചെയ്ത് നമ്മളൊന്ന് ഫോളോ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കാം. അടുത്ത നല്ല റെസിപ്പി കൊണ്ട് വരുന്നിടം വരെ എല്ലാവരും സ്റ്റേ ട്യൂൺഡ്, ബി ഹാപ്പി ആൻഡ് കീപ് സ്മൈലിംഗ്. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് ബൈ.